തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നത് ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് മീഡിയ വൺ എന്ന മാധ്യമത്തെയാണ്. എന്ത് നെറികെട്ട രീതിയിലും സുരേഷ് ഗോപിക്കുള്ള സ്വീകാര്യതയും പിന്തുണയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ചെയ്യുന്ന പല നല്ല കാര്യങ്ങളും തെറ്റായ രീതിയിലുള്ള അടിക്കുറിപ്പിട്ട് അവർ പ്രചരിപ്പിക്കുന്നത്. അതിലേറ്റവും ഒടുവിലായി വന്നത് കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. കലയിലൂടെ കേരളത്തിൻ്റെ അഭിമാനമായ കലാമണ്ഡലം ഗോപിയെ സുരേഷ് ഗോപി മറ്റൊരാൾ വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നടക്കം വലിയ വാർത്തയായാണ് BJP വിരുദ്ധ മാധ്യമങ്ങൾ നൽകിയിരുന്നത്. എന്നാൽ ആ വിഷയത്തിലും സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത 10 മടങ്ങ് ഉയർത്തുന്നതായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ആ നാട്ടിലെ പ്രധാനപ്പെട്ട മനുഷ്യരെയൊക്കെ കാണുന്നത് സ്വാഭാവികമാണ്. താൻ ഇതിനു മുൻപും കലാമണ്ഡലം ഗോപിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മുണ്ടും നേരിയതും സമ്മാനിച്ചിട്ടുമുണ്ട്. ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് എവിടെയൊക്കെ പോകണം, ആരെയൊക്കെ കാണണം എന്ന് തീരുമാനിക്കുന്നത്. കലാമണ്ഡലം ഗോപി ആശാൻ എക്കാലവും എൻ്റെ ഗുരു തന്നെയാണ്. രാഷ്ട്രീയം എന്ന പേരിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമമാകില്ല. പകരം അദ്ദേഹത്തിന് ഞാൻ സമർപ്പിക്കുന്ന ഗുരുദക്ഷിണ എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായ സാക്ഷാൽ ഗുരുവായൂരപ്പന് സമർപ്പിക്കും. ഈ ഒരു പ്രസ്താവനയിലൂടെ വിവാദത്തിൻ്റെ എല്ലാം മുകളിൽ സുരേഷ് ഗോപി തൻ്റെ സ്വീകാര്യതയും തൻ്റെ സ്ഥാനവും ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഒന്നും രണ്ടും തവണയല്ല സുരേഷ് ഗോപിയെ മോശക്കാരനായി ചിത്രീകരിച്ചത്. എല്ലാ വട്ടവും അദ്ദേഹത്തിനെതിരെ കുപ്രചരണങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ അറ്റത്ത് മീഡിയ വൺ എന്ന പേര് കൃത്യമായി ഇടം പിടിച്ചിരുന്നു. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപിയോട് തർക്കിക്കാനും അവിടെ മനഃപൂർവ്വം ഒരു വിവാദമോ വാർത്തയോ ഒക്കെ സൃഷ്ടിക്കാൻ പ്രത്യേക ആളുകളും ഈ മാധ്യമങ്ങൾക്കുണ്ട്. പൊതുവെ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ പച്ചയായ സാധുവായ ഒരു മനുഷ്യനാണ്. എല്ലാവർക്കുമുള്ള പോലെ തന്നെ വികാരങ്ങളും വിക്ഷോഭങ്ങളും ഒക്കെയുള്ള ഒരു സാധാരണക്കാരൻ. ആ വികാരങ്ങളിൽ പോലും അശ്ലീലം കലർത്തി പ്രചരിപ്പിക്കുന്ന ദുഷ്പ്രവർത്തികൾ പക്ഷേ ജനങ്ങൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. ഫലം 10 മടങ്ങ് ജനപ്രീതിയോടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സുകളിൽ നിറയുന്നു. എന്നിട്ടും കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി കോളനിയിലെത്തിയ സുരേഷ് ഗോപി അവിടെ ചുമതലയുണ്ടായിരുന്ന BJP പ്രവർത്തകയോട് കയർക്കുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോ മീഡിയ വണ്ണിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആളില്ലാത്ത സ്ഥലത്തേക്ക് തന്നെ എന്തിന് ക്ഷണിച്ചുവെന്ന് സുരേഷ് ഗോപി ചോദിക്കുന്ന ആ വീഡിയോയിൽ താൻ തിരുവനന്തപുരത്ത് പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കും എന്നും പറയുന്നുണ്ട്. ഈ ഒരു ചെറിയ പ്രതികരണത്തെ വലിയ വാർത്തയാക്കി ആദിവാസി കോളനിയിലെത്തിയ സുരേഷ് ഗോപി ആളില്ലാത്തയിടത്ത് തന്നെ എത്തിച്ചതിന് പ്രവർത്തകയെ ശകാരിച്ചു എന്നടക്കമുള്ള തലക്കെട്ടുകളിട്ട് പ്രചരിപ്പിച്ചതും ഇതേ മാധ്യമം തന്നെയാണ്. എന്നാൽ ആ വിഷയത്തിലും സുരേഷ് ഗോപിയുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. ആദിവാസി കോളനിയിൽ സന്ദർശനത്തിന് പോയ താൻ അവിടെ കണ്ടത് വോട്ടേഴ്സ് ID പോലുമില്ലാത്ത ആദിവാസികളെയായിരുന്നു. അവർക്ക് തങ്ങളുടെ ഏറ്റവും മൗലികമായ അവകാശങ്ങളിലൊന്നായ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിൽ വീഴ്ച വരുത്തിയ പ്രദേശത്തിൻ്റെ ചുമതലയുള്ള BJP പ്രവർത്തകയെ താനല്ലാതെ മറ്റാരാണ് ശകാരിക്കേണ്ടത് എന്ന മറുചോദ്യം ഉന്നയിച്ച സുരേഷ് ഗോപിക്ക് മുന്നിൽ ആ അമ്പുകളും തളർന്നു വീണു. ഇതൊന്നും പോരാഞ്ഞ് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു വട്ടമേശ ചർച്ചയിൽ തങ്ങളുടെ ചാനലിന് സുരേഷ് ഗോപിയോടുള്ള ശത്രുത അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നു. അവർക്ക് BJPയിലെ മറ്റാരോടുമില്ലാത്ത വിരോധം സുരേഷ് ഗോപിയോടുണ്ട്. കാരണം സുരേഷ് ഗോപി ജയിച്ചാൽ തങ്ങളുടെ മാധ്യമത്തിലൂടെ നടപ്പാക്കുന്ന അജണ്ട കേരളത്തിൽ നടപ്പാകില്ലെന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിജയിച്ചു വരുന്ന സുരേഷ് ഗോപി അവർക്കൊക്കെ ഒരുപക്ഷെ ഭീഷണിയായേക്കാം. അതുകൊണ്ടാണ് നിരന്തരം ജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും ഇത്തരത്തിലുള്ള അജണ്ടയും അവർ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ തൃശ്ശൂരിൽ ഒരു അണിയറ സംസാരമുണ്ട്. ഇനിയും പുറകെ നടന്ന് ദ്രോഹിച്ചാൽ ഇത്തരക്കാരെ ജനങ്ങൾ തന്നെ തെരുവിൽ നേരിടും എന്ന ഒരു ജനവികാരവും.